إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل أمر ربي بالقسط وأقيموا وجوهكم عند كل مسجد وادعوه مخلصين له الدين كما بدأكم تعودون ആദരണീയരായ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തരമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ നൽകുന്ന എല്ലാ അവസരങ്ങളും നന്മയ്ക്ക് വേണ്ടി സ്വന്തം പരലോക വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമുക്കെല്ലാം വലിയ നന്മകളോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളികൾ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഭവനങ്ങളാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് പള്ളികൾ. അതുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ ദിവസം എല്ലാ മുസ്ലിമീങ്ങളും പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒഴിഞ്ഞിരിക്കുന്ന സഫുള്ള വിടവുകളുള്ള ഭാഗം എല്ലാവരും പൂർത്തീകരിച്ചിരിക്കുക, പിറകിൽ വരുന്നവർക്ക് സൗകര്യത്തിനു വേണ്ടി. ഒഴിവുള്ള ഭാഗങ്ങൾ പൂർത്തിയാക്കുക. സൊഫിൽ അതുപോലെ തന്നെ ചുമരിൽ ചാരിയിരിക്കേണ്ട ഒരു ആരോഗ്യ പ്രയാസമുണ്ടെങ്കിൽ മാത്രം അതിരിക്കുക, അല്ലെങ്കിൽ അതൊരു മുമ്പിലെ സൊഫിലേക്ക് തന്നെ അവരൊക്കെ കയറിയിരിക്കാൻ ശ്രദ്ധിക്കുക. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അദബ്, ഒരു മര്യാദ അവനുണ്ടാവണം. പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. അല്ല എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് അത് തിരിച്ചു പോകാൻ വേണ്ടി വന്നവനാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ഇരുന്ന ഇബാദത്തുകൾക്ക് വേണ്ടി വരുന്ന ഒരു മനുഷ്യനാണോ അയാൾ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചിട്ടേ പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ. അത് ഏത് സമയത്തും ഏത് പള്ളിയിലും നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് അടുപ്പം വരുമ്പോൾ ഏറ്റവും നല്ല സാമീപ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് പടച്ച റബ്ബിലേക്ക് വിനയത്തോടെ മടങ്ങാനും നന്നായി പ്രാർത്ഥിക്കാനും ഒരു പ്രത്യേക ആരാധനയുടെ അന്തരീക്ഷത്തിലേക്ക് എത്താനും പറ്റുന്നൊരു കേന്ദ്രമായി നമ്മുടെ പള്ളികൾ മാറേണ്ടതുണ്ട്. അവിടെ അനാവശ്യ സംസാരങ്ങളും ബഹളങ്ങളും ചിരികളും കോലാഹലങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥ പള്ളിക്കകത്ത് വരരുത്. സൂറത്തുൽ അഅറാഫ് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നബിയെ താങ്കൾ പറയണം. അതിന്റെ ഒരു പേജിനകത്ത് തന്നെ പള്ളികളുമായി ബന്ധപ്പെട്ട മര്യാദകൾ ഇങ്ങനെ പറയുന്നിടത്ത്
കുൽ നബിയെ പറയുക, അമറ റബ്ബീ ബിൽ ഖിസ്ത്, എന്റെ റബ്ബ് നീതി കൽപ്പിക്കാണ്, നീതിയോടെ ജീവിക്കാനാണ് എല്ലാരോടും കൽപ്പിക്കുന്നത്. വഅഖീമൂ വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വദ്ഉ, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ നേരെ ചൊവ്വേ നിലനിർത്തുകയും അല്ലാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കരായി മതത്തിന്റെ വക്താക്കളായി റബ്ബിലേക്ക് നന്നായി പ്രാർത്ഥിക്കുക. പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത വാക്ക് പ്രയോഗിച്ചത് മുഖ്ലിസീങ്ങളായി നന്നായി പ്രാർത്ഥിക്കുക എന്നാണ്. എന്നിട്ട് പറയാണ്, കമാ ബദഅകും തഊദൂൻ, നിങ്ങൾ ഏവരും വന്നതുപോലെ ഇവിടുന്ന് മടങ്ങാനുള്ളവരാണ്. തൊട്ടടുത്ത ആയത്തിൽ കാണാം, യാ ബനീ ആദം, ആദമിന്റെ സന്താനങ്ങളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ പള്ളികളിലും നിങ്ങൾ അലങ്കാരങ്ങൾ അണിയുക, നല്ല ഭംഗി സംരക്ഷിക്കുക, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, മറ്റുള്ളവർക്ക് പ്രയാസമാകുന്ന രൂപത്തിൽ, ദുർഗന്ധം വരുന്ന രൂപത്തിൽ പള്ളിയിൽ വരാതിരിക്കുക. സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരോട് പറഞ്ഞല്ലോ, അന്യമായ വേഷവിധാനത്തോടെ പള്ളിയിൽ വരിക. വകുലൂ വശ്റബൂ, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. വലാ തുസ്രിഫൂ, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, മുസ്രിഫീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പള്ളികളിൽ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം, സുജൂദിലേക്ക് വരാൻ കഴിയണം. പള്ളികളിലുള്ള വേഷവിധാനങ്ങളിൽ നല്ല വൃത്തിയുള്ള മാന്യതയാർന്ന വസ്ത്രത്തോടെ പള്ളിയിൽ വരാൻ കഴിയണം. അനുബന്ധമായി പള്ളിയിൽ വരുന്ന ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരാൾക്കും പ്രയാസമുണ്ടാകാത്ത രൂപത്തിൽ നമ്മൾ വർത്തിക്കണം. വിശുദ്ധ റമദാൻ വരാനിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ റമദാനിലേക്ക് കാലെടുത്ത് വെക്കാനിരിക്കുകയാണ്. ഹൃദയബന്ധം പള്ളികളുമായി സ്ഥാപിക്കാൻ പറ്റുന്ന വല്ലാത്തൊരു നിമിഷം നമുക്ക് വരാനിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരലോക കോടതിയിൽ ഒരാൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം. ആ മനുഷ്യന് പ്രത്യേക പരിഗണന അള്ളാന്റെ തണലിട്ട് കൊടുക്കും. ഒരു തണലുമില്ലാത്ത ദിവസമാണ്. ഒരാളും സഹായിക്കാനും രക്ഷിക്കാനും സാന്ത്വനമാകാനും വരാത്ത, അവനവന്റെ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന, ഒരു വലിയ സൂര്യന്റെ ചുവട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അന്ന് അള്ളാഹു തണലിട്ട് സഹായിക്കും ഒരാളെ. ആരാണയാൾ? റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദി, പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചവരാണ്. അവിടെ ഒരു വർക്ക് നടക്കുമ്പോൾ നമ്മുടെ പള്ളിയുടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടും ജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നല്ല വർക്കുകൾ നമുക്ക് ആവശ്യം വന്നു. 2 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ചെലവുണ്ട്. എല്ലാവരും ഒന്നുകൂടെ മനസ്സറിഞ്ഞുകൊണ്ട്, ഒരു പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നും എല്ലാ മനുഷ്യർക്കും ഉപകരിക്കുന്ന ഒരു ടൗൺ പ്രദേശത്തൊരു പള്ളിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് നല്ലൊരു സംഖ്യ വിഹിതം മേൽ തട്ടുന്ന രൂപത്തിൽ തന്നെ കൊടുക്കാൻ സഹായിക്കാൻ കഴിയണമെന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. സയ്യിദു ശുഹൂർ, മാസങ്ങളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ വരുന്നത്. എല്ലാ മാസത്തിൽ നിന്നൊരു വ്യത്യാസം. വശഹ്റു റഹ്മതി വൽ മഗ്ഫിറതി വൽ ഇത്ഖി മിനന്നാർ. ഉലമാക്കന്മാർ കിതാബിൽ അതിന്റെ ഏറ്റവും ചെറിയ വിശേഷണങ്ങൾ പറയാണ്. അങ്ങേയറ്റത്തെ കാരുണ്യം ലഭിക്കുന്ന മാസമാണ്, പാപങ്ങളിൽ നിന്ന് മോചനം കിട്ടാനുള്ള മാസമാണ്. വൽ ഇത്ഖി മിനന്നാരി, നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് റമദാനുമായി ബന്ധപ്പെട്ട പല നന്മകളും പറഞ്ഞിടത്ത് കാണാം, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. രാത്രി നമസ്കാരം ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ, പകൽ സമയത്തുള്ള നോമ്പ് ഈമാനോടെ പ്രതിഫലം പ്രതീക്ഷിച്ച് നിർവഹിച്ചാൽ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടും. എത്ര കാലം? കഴിഞ്ഞ കാലമെന്നാൽ എല്ലാം പെട്ടു. ബുദ്ധി ഉറച്ചത് മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ആരോടും പറയാനാവാത്ത, തുറന്ന് പറയാൻ പറ്റാത്ത, മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കുന്ന എന്തൊക്കെ തിന്മ നമ്മുടെ കയ്യിലുണ്ടോ, അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ചാൻസാണ് റമദാൻ. മാറണം. നമുക്ക് തുറന്ന് സമ്മതിച്ച് പടച്ച റബ്ബിലേക്കൊരു പശ്ചാത്താപം. അല്ലാഹുവേ, അബൂഉ ലക ബിദംബി,
ഞാൻ എൻ്റെ തെറ്റുകൾ സമ്മതിക്കുന്നു, ഞാൻ അത്ര നല്ലവനല്ല, ഞാൻ അത്ര മുന്തിയ ഇനം ആളൊന്നുമല്ല, ഞാനൊരു പാപിയാണ്, ഞാനൊരു ആസിയാണ്, ഞാനൊരു ധിക്കാരം ചെയ്തവൻ തന്നെയാണ്. ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാ, നീയല്ലാതെ എൻ്റെ പാപം പൊറുക്കാൻ ആളില്ല. പ്രിയപ്പെട്ടവരെ, മനസ്സിനകത്ത് എഴുതി വെച്ചോ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയും അസ്വസ്ഥതയും എന്നത് പാപങ്ങളാണ്. പാപികളായ മനുഷ്യന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവില്ല. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കൈകളിലുണ്ടെന്ന് പറഞ്ഞാലും അവൻ ചെയ്തു കൂട്ടുന്ന തിന്മകൾ അയാളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതാണ്. അവിഹിത ബന്ധങ്ങൾ അയാളുടെ കയ്യിലുണ്ടോ, അയാൾക്ക് സമാധാനിക്കാൻ കഴിയില്ല. തെറ്റായ സാമ്പത്തിക നടപാടുകൾ അദ്ദേഹത്തിനുണ്ടോ, സമാധാനിക്കാൻ കഴിയില്ല. സ്വകാര്യമായ തിന്മകൾ കാണുന്ന അനുഭവിക്കുന്ന സ്വഭാവമുണ്ടോ, അയാളുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്നത് പൂർണ്ണത ലഭിക്കില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പാപം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇസ്മു, പാപം എന്ന് പറഞ്ഞാൽ മഹാക ഫീ സ്വദ്രിക വകരിഹത അൻ യത്ലി അലൈഹിൻ നാസ്. ഒരു കാര്യം നീ ചെയ്തു, അത് ചെയ്തതിന് ശേഷം നിന്റെ മനസ്സിൽ ഒരു ചൊറിച്ചിലുണ്ടാകുന്നുവെങ്കിൽ, ഒരു അസ്വസ്ഥത നിനക്ക് വരുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ ആ കാര്യം അറിയുന്നത് നീ വെറുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പാപമാണ്. ഇനി നമ്മളിലേക്ക് വരിക. ജനങ്ങൾ അറിയാൻ പാടില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന്റെ പേരിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതൊക്കെ പാപമാണ്. ആ പാപങ്ങളെ എടുത്തൊഴിവാക്കാനാണ് ഈ സമയം ഉലമാക്കന്മാർ രേഖപ്പെടുത്തി, നന്നായി മത്സരിക്കാൻ, നന്മയിൽ മുന്നിട്ട് വരാനുള്ള അവസാന ഒരു ചാൻസായി ഇതിനെ കാണണം. അള്ളാഹുവിന്റെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, വേദഗ്രന്ഥങ്ങൾ സകലതും അവതരിപ്പിക്കപ്പെട്ട റമദാൻ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആനുമായി നല്ല ബന്ധം നമുക്കുണ്ടാവണം. നന്നായി അത് ഓതാൻ നമ്മൾ ശ്രമിക്കണം. അതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാൻ പറ്റുമെങ്കിൽ നോക്കണം. അതിൽ പറഞ്ഞ നന്മകൾ പ്രവർത്തിക്കണം. അത് ജനങ്ങളിലേക്ക് ഖുർആനിന്റെ മഹത്വം പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. ദിവസവും 5 നേരം നമസ്കരിക്കുമ്പോൾ ഓരോ നമസ്കാരം കഴിഞ്ഞ് ഒരു ജുസ് നമുക്ക് റമദാനിൽ ഓതാൻ കഴിഞ്ഞാൽ, ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഇരുന്ന് ഒരു ജുസ് നിങ്ങൾ ഓതുമെങ്കിൽ 5 ഖത്മ് റമദാനിന്റെ ഉള്ളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തീർക്കാൻ പറ്റും. ഇനി 3 നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ജുസ് വീതം തീർക്കാൻ കഴിഞ്ഞാൽ റമദാൻ കഴിയുമ്പോഴത്തേക്ക് 3 ഖത്മ് നമുക്ക് തീർക്കാൻ പറ്റും. ഇനി നമ്മുടെ തിരക്ക് എത്രയാണ്, നമ്മൾ എത്രമാത്രം വലിയ ബിസിയിലാണെന്ന് ആലോചിക്കുക. ഒരു നമസ്കാരം കഴിഞ്ഞാൽ ഒരു 4 പേജെങ്കിലും ഓതാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു ഖത്മ് നമുക്ക് റമദാനിൽ പൂർത്തീകരിക്കാൻ കഴിയും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഷെഡ്യൂളിനകത്ത് ഇങ്ങനൊരു സംഭവം വേണം, നിയ്യത്ത് വേണമെന്ന താല്പര്യം വേണം, ഓതി തീർക്കുമെന്ന ഉറച്ച ദാർഢ്യം വേണം നമുക്ക്. അതുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞു, ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനിന്റെ 4-5 ഗുണങ്ങൾ അവിടെ എണ്ണിങ്ങോട്ട് പറഞ്ഞു. സന്മാർഗമാണ്, സത്യാസത്യ വിവേചനമാണ്, ജനങ്ങൾക്ക് വ്യക്തമായ തെളിവാണ്, ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അമൂല്യ നിധിയാണ് ഖുർആൻ. അതിന്റെ പോരിശയും അതിന്റെ മഹത്വവും ഒന്നാലോചിച്ചു നോക്ക്. എന്നിട്ട് മനുഷ്യൻ അവൻ ചിന്തിക്കാനും ആലോചിക്കാനും ആ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കമാ ബദഅകും തഊദൂൻ. സൂറത്തുൽ അഅറാഫ് 29-30 പറയാ, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങും കേട്ടോ, നിങ്ങൾ വന്നതുപോലെ മടങ്ങും. ആദ്യങ്ങൾ എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് വന്നത്, അതേപോലെ തിരിച്ചൊരു മടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഫരീഖൻ ഹദാ, ചില ആളുകൾ സന്മാർഗം നേടുന്നവരായി മാറും. ഫരീഖൻ, മറ്റു ചിലർ ഭാഗമാകട്ടെ ഹഖ അലൈഹിമുൽ ളലാല,
അവർ വഴികേടിലായും ജീവിക്കുന്നവരാകും. ഖുർആനൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഒരേ ഖുർആനാണ് ഇവിടുത്തെ എല്ലാവരുടെ കയ്യിലുള്ളത്. എന്നാൽ ആ ഖുർആനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഹുദയിലായി ഒരു സംഘം മാറും. മറ്റു സംഘങ്ങളാവട്ടെ അവർ വഴികേടിലായി ളലാലത്തിലായും പോകും. നമ്മൾ ഹുദ സ്വീകരിക്കണം. ഇത് ഹുദയുടെ ഗ്രന്ഥമാണ്. അലിഫ് ലാം മീം അലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് സന്മാർഗത്തിന്റെ വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. വശഹ്റു റഹ്മതി വദ്ദുആഇ, കാരുണ്യത്തിന്റെ മാസമാണ്. നമ്മളോട് അല്ലാഹ് കരുണ കാണിക്കുന്നു, നമ്മൾ സാധുക്കളോട് കരുണ കാണിക്കുന്ന ഒരു മാസമാണ്. വശഹ്റു ദുആഇ, മനമുരുകി റബ്ബിനോട് തേടി പൊട്ടിക്കരഞ്ഞ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കണ്ണ് നനയണം, നമ്മുടെ മുസല്ലകൾ നനയണം, നമ്മുടെ വസ്ത്രങ്ങൾ താടിരോമങ്ങൾ നനയണം. എന്തിന്? പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോ അറിയാതെ കണ്ണുനീർ തുള്ളികൾ ഒഴുകാനുള്ള ചാൻസാണ്. വശഹ്റു തബത്തുലി വൽ ഗുഫ്റാൻ, മറ്റ് എല്ലാ ദുനിയാവിന്റെ വ്യതകളും മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് ഒറ്റപ്പെടാനുള്ള അവസരമാണ്. പാപമോചനത്തിന്റെ ചാൻസാണ്. വശഹ്റു തൗബതി വമഹ്വസ്സയ്യാതി വതസവ്വുദും മിനൽ ഹസനാത്ത്, ധാരാളം നന്മ ചെയ്ത് സകല തെറ്റുകളിൽ നിന്ന് നീങ്ങിപ്പോന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള. വശഹ്റുൽ ഇബാദാതി വത്വാഅതി, ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മാസമാണ്. വശഹ്റുൽ ജൂദി വൽ ഖുർആനി, ഖുർആനിന്റെ മാസമാണ്, ദാനത്തിന്റെ മാസമാണ്. വശഹ്റു തഹജ്ജുദി വത്തറാവീഹ്, തറാവീഹിന്റെ മാസമാണ്. സാധാരണഗതിയിൽ നമ്മൾ രാത്രി നമസ്കരിക്കും. റമദാൻ ആകുമ്പോൾ എല്ലാവരും ജമാഅത്തായി നമസ്കരിക്കുന്ന സലഫുകൾ പഠിപ്പിച്ച മാതൃക. നമ്മുടെ പള്ളിയിൽ 8:15 ഇശാ നമസ്കാരം, 8:30 ശേഷം അതിന് തറാവീഹിന്റെ സമയം. ഇൻഷാ അല്ലാഹ് ആ സമയബന്ധിതമായി ജമാഅത്തായ ഇശാ ഇന്ന നേരത്തെ പുറപ്പെടുക. തറാവി കണക്കാക്കി പോരരുത്. നമ്മൾ ഫർദിനാണ് ഒരുങ്ങേണ്ടത്. ഇശാഇന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയരുത്, എന്തൊക്കെ തിരക്കുകൾ എവിടെയൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് തഹജ്ജുദുൻ തറാവീഹ് വൽ അദ്കാരി വത്തസാബീഹ്, തസ്ബീഹും ദിക്റും അടക്കം നമ്മുടെ ജീവിതത്തെ എന്തോ ഒരു പുതിയ ശീലങ്ങളും ചിട്ടകളിലേക്കും കൊണ്ടുവരാനുള്ള ചാൻസാണ്. വതർകുൽ മുഹറമാതി വൽ ഊദതു ഇലാ റബ്ബിൽ ആലമീൻ, കയ്യിലുള്ള സകല നിഷിദ്ധങ്ങളും ഒഴിവാക്കാനുള്ള മാസം. എവിടുന്നെങ്കിലും കിട്ടിയ ദുശ്ശീലങ്ങളുണ്ടോ അത് ഒഴിവാക്കാൻ പറ്റിയ ചാൻസാണ്. ഏതെങ്കിലും ഹറാമായ സംഭവങ്ങൾ നമ്മുടെ കൈകളിലുണ്ടോ അത് നിർത്തിവെച്ച് റബ്ബിലേക്ക് മടങ്ങാനുള്ള മാസമാണ്. അതേപോലെ തന്നെ വതർകുൽ ഖളാ, നമുക്ക് ധാരാളക്കണക്കിന് ഉപദേശങ്ങൾ കാണാം. ഹജർ, അവൻ മുൻഹജറുൽ മുൻകറത്ത്, പാപങ്ങൾ, നിഷിദ്ധങ്ങൾ, വേണ്ടാത്തരങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ, ഫവാഹിഷുകൾ ഒഴിവാക്കാൻ, മ്ലേച്ഛമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ നല്ലൊരു അവസരമാണ് റമദാൻ. സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുന്ന ഈ പരിസരത്ത് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. സമൂഹത്തിൽ ഇപ്പോൾ 3 കാര്യങ്ങൾ നോർമലായി കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, അതൊക്കെ നോർമൽ. അതിലൊന്ന് പലിശയാണ്. ആർക്കും ഒരു പ്രശ്നമല്ലാതായി മാറി, ആർക്കും പരാതികളില്ലാതായി മാറി. എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പലിശയുടെ ഇടപാടുകൾ, അത് ചെറുതും വലുതുമായ വലിയ വലിയ എമൗണ്ടുകൾ, കുടുംബം മുഴുവൻ നശിപ്പിക്കാൻ മാത്രമുള്ള ശേഷിയുള്ള പ്രഹരമായ ഈ പലിശയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചോ? വെഞ്ഞാറമ്മൂട്ടിലെ കൂട്ടക്കൊലയുടെ ചുരുളുകൾ ഓരോന്നഴിയുമ്പോൾ അവസാനം പിതാവിന്റെ ഒരു വെളിപ്പെടുത്തൽ നിങ്ങൾ വായിച്ചു കാണും. ഭാരമേറിയ പലിശയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ നാശത്തിന്റെ ഹേതു. സ്വപ്ന ജീവിതം സ്വപ്നം കണ്ടു, അത് കിട്ടുന്നുള്ള പ്രതീക്ഷ ഇല്ലാതായപ്പോ പ്രിയപ്പെട്ട 13 വയസ്സുകാരനായ തന്റെ കൂടപ്പിറപ്പിനെ സഹോദരൻ ആരാ? സഹോദരൻ, ഉമ്മയുടെ ഒരേ ഉദരത്തിൽ വളർന്നവനെ ഇല്ലാതെയാക്കി. പിന്നെ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പലിശ വെറും സാമ്പത്തികത്തെ മാത്രമല്ല ബാധിക്കുന്നത്, കുടുംബത്തിന്റെ ആത്താണികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിക്കുക. രണ്ടാമത്തെ തിന്മ അവിഹിതങ്ങളാണ്. എല്ലാവർക്കും ആൺ സുഹൃത്തുക്കൾ, എല്ലാവർക്കും പെൺ സുഹൃത്തുക്കൾ ഇന്ന് വ്യാപകമാണ്. അപകടം സംഭവിക്കുന്നു, ഇന്നയാൾ മരിക്കുന്നു, കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്ത് ആശുപത്രിയിലാണ്. ആരാണ് ഈ സുഹൃത്ത്?
ആൺ സുഹൃത്ത് ആക്സിഡന്റിൽ പെടുന്നു, പെൺ സുഹൃത്ത്, കൂടെയുള്ള പെൺ സുഹൃത്ത് ആശുപത്രിയിലാണ്. എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാമുകി കാമുകൻ എന്ന വാക്കില്ല. ഇപ്പൊ ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് നോർമലായി. എല്ലാവരും കൊണ്ടു നടക്കുകയാണ് ക്യാമ്പസുകളിൽ. അതുപോലെ തന്നെ വിവാഹിതരിൽ, വിവാഹം കഴിക്കാത്തവരിൽ, വൃദ്ധന്മാരിൽ വരെ ഇത്തരം ശീലങ്ങൾ ഇന്ന് നോർമലായി കൊണ്ടിരിക്കുക. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കിന് വിരുദ്ധമായി വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ, ഇത് മോശമാണ്, മ്ലേച്ഛമാണ്, ഇതിലേക്ക് അടുക്കരുത്, സിനയാണ്. മൂന്നാമത്തേത് മ്യൂസിക്. നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാവരിലും ഹലാലായ പോലെ നോർമലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. കല്യാണത്തിന് ആള് കൂടുന്നിടത്ത്, തന്റെ ഫംഗ്ഷനിൽ, കുടുംബ സംഗമങ്ങള്, എവിടെയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അതിപ്രസരം. അതുകൊണ്ടാണ് ഹദീസ് പറഞ്ഞത്, ഒരു കാലം വരും അന്ന് ഹലാലാക്കി മാറ്റും. യസ്തഹില്ലൂന, അവർ ഹലാലിനെ പോലെ കാണും. അൽ മആസിഫ, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ആസ്വാദനങ്ങൾ. അപ്പൊ ഇതിന്നൊക്കെ മോചനം എവിടുന്ന കിട്ടുക? അതിന് പറ്റുന്നൊരു ചാൻസാണ് ഇത് എന്നാ സൂചിപ്പിച്ചത്. വസ്തഖ്ബലൂ ശഹരിക്കും, നിങ്ങൾ ഈ മാസത്തിനെ സ്വീകരിച്ചോളൂ. ബിതർക്കി ദുഹാൻ, നിങ്ങളുടെ സിഗരറ്റ് വലി ഉപേക്ഷിച്ചോളൂ. ഉലമാക്കന്മാർ എത്ര ചെറിയ കാര്യങ്ങൾ വരെ എടുത്തു വെച്ച് വായിച്ചു. നിങ്ങളുടെ പുകവലി ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിവെച്ചോ. വൽ ഖുമൂർ, നിങ്ങൾക്ക് മദ്യപാനത്തിന്റെ എന്തെങ്കിലും കീടങ്ങൾ നിങ്ങളിൽ വന്നുപെട്ടിട്ടുണ്ടോ, നിങ്ങളത് നിർത്തിവെച്ചോ. വൽ മുസ്കിറാത്ത്, ലഹരിയുണ്ടാക്കുന്ന രാസലഹരിയാവട്ടെ മറ്റെന്ത് സാധനാവട്ടെ, നീ സുഹൃത്തെ അതൊന്ന് മാറിക്കോ, നിനക്കതിനുള്ള ചാൻസാണ്. ഇയ്യാക്കും വസ്സിന, വ്യഭിചാരം സൂക്ഷിച്ചോ. വൽരിബ, പലിശ സൂക്ഷിച്ചോ. വൽ ഫവാഹിഷ്, മ്ലേച്ഛമായ സകല തിന്മയും സൂക്ഷിച്ചോ. അല്ല തുറന്നു തരുന്ന കാരുണ്യം നീ കളയല്ലേ. അല്ല നൽകുന്ന നരകത്തിന്റെ മോചനം നീ കളയല്ലേ. അല്ല നൽകുന്ന വിശാലമായ സ്വർഗത്തിന്റെ പ്രവേശനം നിന്റെ ചെറിയ ചെറിയ വ്യാമോഹങ്ങളുടെ പേരിൽ, നിന്റെ ചെറിയ സുഖാനന്ദങ്ങളുടെ പേരിൽ നീ നഷ്ടപ്പെടുത്തല്ലേ എന്ന് മാത്രമല്ല, പടച്ച റബ്ബ് എല്ലാ കൊല്ലവും ഇങ്ങനെ റമദാൻ തരുമ്പോ നമ്മൾ എല്ലാ വർഷവും ഉണ്ടാവോ? അറബി കവികൾ ചോദിച്ച ചോദ്യമുണ്ട്. വത്തിലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. മനുഷ്യ, നീ ഈ മാസം കിട്ടിയ നന്നായി ഖുർആൻ ഓദിക്കോ, തസ്ബീഹ് നടത്തിക്കോ, അധ്വാനിച്ചോ. ഇത് ഖുർആനിന്റെ തസ്ബീഹിന്റെ മാസമാണ്. കം കുൻത തഅരിഫു മിമ്മൻ സാമ ഫീ സലഫിൻ, നിന്റെ കൂടെ എത്രയോ ആളുകൾ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റിരുന്നു. ഇവിടെ നോമ്പ് തുറക്കാൻ കൂടെ ഉണ്ടായിരുന്നു, തറാവീഹിന് സൊഫിലുണ്ടായിരുന്നു. മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി, നിന്റെ അയൽവാസി, നിന്റെ കൂടെ കളിക്കാൻ വന്നിരുന്ന ആള്, നിന്റെ ഷോപ്പിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആള്, നമ്മൾ എന്നും കുശലാന്വേഷണങ്ങൾ പറഞ്ഞിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരൊക്കെ എവിടെയാണ്? അഫ്നാഹുമുൽ മൗത വസ്തിഖ്ബാല ബഅദുഹും ഹയ്യം ഫമാ ഖറബൽ ഖാദിമി ഖാസിമിനദ്ദാനി. സുഹൃത്തേ, അവരൊക്കെ മരിച്ചുപോയി. നിനക്കിന്ന് ജീവൻ ബാക്കിയുണ്ട്. ഈ കിട്ടുന്ന ദിനങ്ങൾ, ഈ കിട്ടുന്ന രാത്രികൾ നിനക്ക് പടച്ചോൻ തന്ന ചാൻസാണ്. ഒരുപക്ഷെ അത് എല്ലാ വർഷവും വരുമ്പോഴും നിനക്കത് കിട്ടിക്കോളണമെന്നില്ല. അവസരങ്ങളെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ തുറന്നിട്ട് കൊടുക്കുക, നന്മയിൽ മുന്നോട്ട് വരിക. കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടി നിരാശപ്പെടാതെ പടച്ച റബ്ബിലേക്ക് പ്രതീക്ഷയോടെ മടങ്ങി അള്ളാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നന്നാവാൻ. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരുടെയും പേരെടുക്കാനല്ല. സ്വന്തത്തിനെ കൊണ്ടുപോയി കബറടക്കി 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും തിരിച്ചു പോരുമ്പോ നമ്മൾ മാത്രം ഒറ്റക്കാകുന്ന കബറിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടുന്ന പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് ഒരു മാറ്റത്തിന് വേണ്ടി ഇല്ല എങ്കിൽ അവസാനം നമ്മൾ വിലപിച്ച് പറയുമല്ലോ, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد. വിലപിച്ച് സങ്കടത്തോടെ അവൻ പരലോകത്ത് പറയും, ഞാൻ മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ, നന്നായിട്ട് വല്ലതും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ
എത്ര നന്നായിരുന്നു എനിക്ക്. പക്ഷേ ശിക്ഷാവനെ വിടാതെ പിടികൂടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വിജയിക്കുന്ന, ദുനിയാവിലെ അവസരങ്ങൾ ശരിക്ക് ചിട്ടയായി ഉപയോഗപ്പെടുത്തുന്ന, ഉപദേശങ്ങളെ ചെവി കൊണ്ടും ഹൃദയം കൊണ്ടും കർമ്മം കൊണ്ടും സ്വീകരിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും സത്യദീനിനെ ശക്തിപ്പെടുത്തുവാനും ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. റമദാൻ മാസത്തിലെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഒന്നുകിൽ ഷഅബാൻ 29 മാസം കാണുമ്പോഴാണ്, അല്ലെങ്കിൽ 30 ഷഅബാൻ പൂർത്തിയാക്കിക്കൊണ്ടാണ് റമദാനിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ സംശയമുണ്ടാക്കുന്ന ഒരു ദിവസം, റമദാനാണോ അല്ലയോ എന്ന് സംശയമുണ്ടാകുന്ന ഒരു ദിവസം വരുന്നുവെങ്കിൽ ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ പാടില്ല. സാധാരണ സുന്നത്ത് നോമ്പെടുക്കൽ നമുക്കറിയാമല്ലോ, പക്ഷെ അന്ന് അത് എടുക്കാൻ പാടില്ല. മൻ സാമൽ യൗം അല്ലദീ യുശക്ക ഫീ ഫഖദ് അസാ അബൽ ഖാസിം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റമദാനാണോ എന്ന് സംശയ സാധ്യതയുള്ള ദിനങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കരുത്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ അബുൽ ഖാസിം എന്ന പ്രവാചകനെ ധിക്കരിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസ് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകളെങ്കിലും റമദാനിനോടുള്ള ഒരു മഹബത്തിന്റെ ആവേശത്തിന്റെ പുറത്ത് ഷഅബാനിന്റെ അവസാനത്തെ നാളുകളിൽ തന്നെ അങ്ങ് നോമ്പ് തുടങ്ങുന്ന ഒരവസ്ഥയുണ്ടാകാറുണ്ട്. അത് പാടില്ല. ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമദാനിന്റെ തൊട്ടു മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾ തുടങ്ങരുത്. അവിടെ ഗ്യാപ്പ് ഉണ്ടാവണം എന്നർത്ഥം. മാസപ്പിറവി കണ്ടു എന്ന വാർത്ത അറിഞ്ഞാൽ പിന്നെ അത് എവിടെ കണ്ടു, എന്ന് കണ്ടു, ആര് കണ്ടു എന്നതിനപ്പുറത്ത് നമ്മുടെ മനസ്സിലൊരു പ്രാർത്ഥന, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ-അംനി വൽ-ഈമാൻ والسلامة والإسلام والتوفيق لما يحب ربنا ويرضى ربنا وربك الله. പല ഹദീസുകളിലും പല റിപ്പോർട്ടുകൾ വന്ന ഒരു റിപ്പോർട്ടാണ് പറഞ്ഞത്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി, അള്ളാഹുവേ ഈ മാസപ്പിറവിയെ കൊണ്ട് ഞങ്ങൾക്ക് ഈമാനും നിർഭയത്വവും നൽകണമേ, ഞങ്ങൾക്ക് സമാധാനവും പൂർണ്ണത നൽകണമേ, ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന പ്രാർത്ഥനയാണ്. ആ മാസപ്പിറവിയോടെ അല്ലെങ്കിൽ റമദാനോടെ പിന്നെ അവന് നോമ്പ് നിർബന്ധമാവുകയാണ്. മുസ്ലിമായ ആരോഗ്യമുള്ള പ്രായപൂർത്തിയായവർക്കെല്ലാം പിന്നെ നോമ്പ് നിർബന്ധമാവുകയാണ്. ഇളവ് നൽകപ്പെട്ട മറ്റു ചിലരുണ്ട്, നോമ്പ് പാടില്ലാത്ത ചിലരുണ്ട്, ആർത്തവകാരികൾ, പ്രസവരക്തമുള്ളവർ എന്നൊക്കെ പോലെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് സാധാരണ സുന്നത്ത് നോമ്പിൽ നിന്ന് വ്യത്യാസമായി ഫർള് നോമ്പാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ രാത്രി തന്നെ നിയ്യത്തുണ്ടാവൽ ആവശ്യമാണ്. നമ്മൾ ദിവസം സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞു, നമുക്ക് ഇങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ 2-3 ആൾക്കാർക്ക് സുന്നത്ത് നോമ്പുണ്ട് തോന്നിയപ്പോൾ ഞമ്മക്കും തോന്നി ഇന്ന് നോമ്പെടുത്താലോ തോന്നിയാൽ നമുക്ക് നോമ്പ് തുടങ്ങാം. സുന്നത്ത് നോമ്പാണെങ്കിൽ അപ്പം നീയത്തോട് തുടങ്ങിയാൽ മതി. എന്നാൽ ഫർള് നോമ്പാണെങ്കിൽ ആ സോമ ഒരാൾക്ക് നോമ്പുണ്ടാവൂല. ഖബലൽ ഫജ്രി, ഫജ്റിന് മുമ്പെങ്കിലും നിയ്യത്ത് വെക്കാത്ത ഒരാൾക്ക് ആ നോമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്നാ പഠിപ്പിച്ചിരിക്കുന്നത്. അതേ സമയത്ത് ഒരാൾക്ക് നോമ്പുകാരനായിരിക്കയോ അല്ലെങ്കിലോ അവനൊരു യാത്രയിലാവണമെങ്കിൽ അവന് ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ പിന്നീട് നോറ്റുവീട്ടിയാൽ മതി. കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവൻ നോമ്പ് പൂർത്തിയാക്കേണ്ടതില്ല. ഗർഭിണികളാണെങ്കിൽ മുലയൂട്ടുന്നവരാണെങ്കിൽ അവർക്കും ഇളവുണ്ട്. പിന്നീട് കഴിയുന്ന സമയത്ത് അവർ നോറ്റുവീട്ടിയാൽ മതി. നോമ്പുകാരന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കണം, അവന് ഭക്ഷണം അനുവദനീയമല്ല, വെള്ളം അനുവദനീയമല്ല. എന്നാൽ അതുപോലെ അവന്റെ ശരീരത്തിന് പോഷകം നൽകുന്ന ഗ്ലൂക്കോസ് കയറ്റിയാൽ നോമ്പ് പറ്റൂല.
അതവന് പോഷകം നൽകുന്ന സാധനമാണ്. അല്ലെങ്കിൽ ഒരു ബോട്ടിൽ രക്തം കയറ്റിയാൽ അവന് നോമ്പ് സ്വഹീഹാവുകയില്ല. അതേ സമയത്ത് അവന്റെ ശരീരത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ, ഒരു വയറുവേദനയുമായി ഹോസ്പിറ്റലിൽ ചെന്നു ഒരു ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നു. അത് പോഷകം നൽകുന്നതല്ല, വേദനക്കുള്ളതാണ്. അതുകൊണ്ട് നോമ്പ് ബാത്തിലാകൂല. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഒരാളുടെ ശരീരത്തിൽ അവന്റെ വായിൽ ഈ ഇഞ്ചക്ഷനെ പോലുള്ള സംഭവമൊക്കെ പറഞ്ഞപ്പോ ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഒരാളുടെ കണ്ണിൽ ഒരു മരുന്നൊറ്റിക്കേണ്ടി വന്നു, ചെവിയിൽ ഒരു മരുന്നൊറ്റിക്കേണ്ടി വന്നു, 2 തുള്ളി 3 തുള്ളി. ഉലമാക്കന്മാർ പറയാണ് അത് അനുവദനീയമാണ്, അത് വായയിലൂടെ ഇറങ്ങുന്നതല്ലല്ലോ, അതുകൊണ്ട് അത് അനുവദിക്കപ്പെട്ടതാണ്, അവന്റെ നോമ്പ് മുറിയുന്നതല്ല. സുറുമയിടുക, കണ്ണിൽ സുറുമയിടുന്നതിനെ കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കുന്നു, അതും അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ ഒരാൾ നോമ്പുകാരനായി അസിഡിറ്റി കാരണം കൊണ്ടോ ഗ്യാസ് ട്രബിൾ കാരണം കൊണ്ടോ പുളിച്ച് തികട്ടിക്കൊണ്ട് എന്തെങ്കിലും കാരണത്താൽ ഛർദിക്കുന്ന ഒരവസരം വന്നു, മനഃപൂർവ്വമൊന്നുമല്ല, പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഗ്യാസ് ട്രബിളിന്റെ ഭാഗമായി ഒരാൾ പെട്ടെന്ന് ഛർദിച്ചാൽ ഛർദിച്ചു, ഇനി നോമ്പില്ല എന്ന് അയാൾ വിചാരിക്കരുത്, അയാൾക്ക് നോമ്പ് പൂർത്തിയാക്കാം. എന്നാൽ ചിലപ്പോൾ മനഃപൂർവ്വം ഒരാൾ വിരലിട്ടുകൊണ്ടോ മറ്റോ ഛർദിക്കാൻ വേണ്ടി വല്ലതും ചെയ്ത് ഛർദിച്ചാൽ അയാൾ നോമ്പ് ബാത്തിലാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ നോമ്പിന്റെ പൂർണ്ണത എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനം ഈമാനം വഹ്തിസാബൻ, നല്ല ഈമാനോടുകൂടെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ ഈ ഒരു നിർബന്ധമായ അർക്കാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയണം. നോമ്പിനെ ബാത്തിലാക്കുന്ന, നോമ്പിനെ നശിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളിലും നമ്മൾ ഉണ്ടാകരുത്. പൂർണ്ണമായ അച്ചടക്കം നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വിചാരങ്ങളിലും മൊബൈൽ ഫോണിലും സമയം കളയുന്നതിലും ഏത് ഘട്ടത്തിലും ഞാനൊരു നോമ്പുകാരനാണെന്ന പൂർണ്ണ അച്ചടക്കം പാലിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഹദീസിൽ പറഞ്ഞൊരു വാക്കുണ്ട്, റുബ്ബ സ്വാഇമിൻ, എത്ര നോമ്പുകാരുണ്ട് അവന് പട്ടിണിയല്ലാതെ ദാഹമല്ലാതെ ഒരു നേട്ടവും അവന് നേടാൻ കഴിയില്ല. അവന്റെ സംസാരത്തിലും ജീവിത രീതിയിലും മാറ്റങ്ങളില്ലെങ്കിൽ വെറും പട്ടിണിയും ദാഹവും മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിൽ കബൂലാകാതെ പോകുന്ന നോമ്പായി മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ അത് പൂർത്തീകരിക്കാൻ നമ്മെയെല്ലാം അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ഈ വരുന്ന റമദാനിന്റെ പൂർണ്ണമായ നോമ്പുതറകൾ പള്ളിയിൽ നടത്തിയിരിക്കുന്ന നമ്മുടെ യാത്രക്കാരായ ആളുകൾക്കും ടൗണിലെ പ്രാദേശികരായ കച്ചവടക്കാരായ ആളുകൾക്കും ഏറെ സൗകര്യമുള്ള ഒരു സാധുവിനെ നോമ്പ് തുറപ്പിച്ചാലുള്ളതിന്റെ പ്രതിഫലമൊക്കെ നമുക്കറിയാമല്ലോ. ഈ വരുന്ന റമദാനിൽ ഇൻഷാ അല്ലാഹ് നോമ്പുതുറ ഏകദേശം 8,000 രൂപയുടെ അടുത്ത് ചെലവ് വരും. സാധ്യമാകുന്നവരൊക്കെ അത് ഓഫർ ചെയ്തുകൊണ്ട് അതിൽ പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിലെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ കുടുംബം 10 നോമ്പിനുള്ള നോമ്പുതുറ അവസാനത്തെ 10 വേണ്ടി അവർ പൂർണ്ണമായി സജ്ജരായി നമ്മെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു ആ മരണപ്പെട്ട മയ്യത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ. ബാക്കി 20 നോമ്പുകളിലേക്ക് നമ്മൾ ഓരോരുത്തരും നേരത്തെ തന്നെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത് സഹകരിക്കാൻ ശ്രദ്ധിക്കുക. ഇഫ്താർ കിറ്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പല സഹോദരങ്ങളും, ഒരു സഹോദരൻ 10 കിറ്റ്, മറ്റൊരു സഹോദരൻ 10 കിറ്റ്, മറ്റു ചിലർ 1 കിറ്റ്, 1/2 കിറ്റൊക്കെ എല്ലാവരും സഹകരിച്ച് ഒരുപാട് ആളുകളുണ്ട്. വലിയ തക്കതായ വലിയ പുണ്യം, അവരുടെ നോമ്പിന്റെയും അവർ ചെയ്ത സ്വതക്കയുടെയും ഒക്കെ വലിയ നേട്ടങ്ങൾ, ഖൈറും ബറക്കത്തും അവരുടെ ജീവിതത്തിൽ അള്ളാഹു അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹോദരൻ ഖുതുബക്കൊക്കെ വരാറുള്ള അദ്ദേഹത്തിന്റെ അനിയൻ ഒരു പ്രയാസകരമായ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ്. ആ സഹോദരനും കുടുംബത്തിനും അള്ളാഹു തആല സമാധാനം നൽകുകയും രോഗിക്ക് പൂർണ്ണമായ ശിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നോമ്പുമായും അതുപോലെ തന്നെ കുടുംബജീവിതവുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് അഹ്ലൻ റമദാൻ പ്രഭാഷണം ഭാരത് ദാറുൽ ഫുർഖാനിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. മഗ്രിബ് നമസ്കാര ശേഷം എല്ലാവരും അത്തരം നന്മകളിലൊക്കെ ഒന്നുകൂടെ പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളെയും ശരിയായ രൂപത്തിൽ ഇഖ്ലാസോടെ പൂർത്തീകരിക്കാനും വലിയ അള്ളാഹുവിന്റെ പ്രതിഫലം വാരിക്കൂട്ടാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗികളായ ഒട്ടനേകം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ പൂർണ്ണമായ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കി തരണമേ. റമദാനിലേക്ക് ശരിയാവണ്ണം പ്രവേശിച്ച് അത് പൂർത്തിയാക്കാനും എല്ലാ നിലക്കും അതിനെ ശരിക്കുപയോഗപ്പെടുത്താനുമുള്ള വലിയ ത്വാഖത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ചെറുപ്പക്കാർ, ഞങ്ങളുടെ യുവാക്കൾ എല്ലാവർക്കും ഒരു നല്ല
നല്ല ജീവിതവും സന്തോഷകരമായ വാർത്തകളും അവരിലൂടെ ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. സമൂഹത്തിൽ നടക്കുന്ന സകലവിധ ഫിത്നകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാം കാത്തു രക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم بلغنا رمضان وارزقنا فيه الرحمة والغفران. اللهم سلمنا إلى رمضان وسلم لنا رمضان. اللهم فرج هم المهمومين واقض الدين واشف مرضانا ومرضى المسلمين. ربنا تقبل منا إنك أنت السميع العليم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وصلى الله على نبينا محمد.